ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഈവനിങ് ഔട്ടിങ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വിത്ത് കസിൻസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാനും അളിയനും ബൈക്കിൽ പോവുകയാണ്. കൂടെ വരുന്നത് നമ്മുടെ അജിനിക്കായും തൻസീത്തയൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും ബാക്കിയുള്ളൊരു ഓട്ടോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ലുലുവിലോട്ടാണ് ഫസ്റ്റ് പോയത്. അതിന് കാഴ്ചകളൊക്കെ കണ്ട് നേരെ ലുലുവിലെത്തിയ ശേഷം സജിനിക്ക നല്ല എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് നേരെ എന്ത് ചെയ്തു, പോയ സമയത്ത് അവിടെ എൻട്രൻസിൽ കുറച്ച് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫാമിലി മെമ്പേഴ്സ്, ബാക്കിയുള്ള കസിൻസിനെ, ആൻറ്റിയെ എല്ലാവരും കണ്ടു. അങ്ങനെ നമ്മളവിടെ എന്ത് ചെയ്തു, ഓക്കെ കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച ശേഷം കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ടയർഡായി. അപ്പോൾ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായയിൽ പോയി കുറച്ച് സ്നാക്സും ചായയൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കഴിച്ച ശേഷം വസന്തയിൽ കയറി ഭക്ഷണം കഴിക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഏകദേശം 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും ക്ഷമയില്ലായിരുന്നു. അവിടെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ താഴെ പോയി ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങൾ വാങ്ങി. അതിൽ കുറച്ച് സാധനം അവിടെ വെച്ച് കഴിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഉടുപ്പി ഹോട്ടലിലെത്തി ഞങ്ങൾ. അങ്ങനെ ഉടുപ്പി ഹോട്ടലിൽ മസാല ദോശയും നെയ് റോസ്റ്റും കോഫിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഡിന്നർ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. ഈ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നെക്സ്റ്റ് എവിടെ പോകാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൽ പോകണോ വേറെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ പ്ലാനിങ് പറഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അന്ന് നിശാഗന്ധിയിൽ അൻസിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് അൻസി. അപ്പോൾ പുള്ളിക്കാരുടെ വർക്ക് ചെയ്യുന്ന ഫാഷൻ ഡിസൈനിങ് അന്നാറയുടെ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നിശാഗന്ധിയിലായിരുന്നു പ്രോഗ്രാം. അങ്ങനെ കുറച്ച് നേരം അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പ്രോഗ്രാം കാണാൻ എത്തി. കുറേ നേരം പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പം അൻസി, ഇതാണ് എൻ്റെ ഫ്രണ്ട് അൻസി, പുള്ളിക്കാരിയാണ് മൊമെൻ്റൊക്കെ കൊടുത്തത്. അങ്ങനെ ആ കാഴ്ചയും കണ്ട് അവിടുത്തെ പ്രോഗ്രാം കുറേ കഴിഞ്ഞ് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ബൈ.